നമസ്കാരം. കൊല്ലം ജില്ല ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ കിഴക്കനയിലെ 7-ാം വാർഡ്. ധാരാളം സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്കാർ താമസിക്കുന്ന ചാന്നാമ്പൊയ്ക എന്ന പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ സർവ്വ പാർട്ടിക്കാരുടെയും പതാകകളുണ്ട്. BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. തൽക്കാലം അത്രയേ ഉള്ളെന്ന് തോന്നുന്നു. എല്ലാവരും ഉണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 100% ആളുകളും ഇലക്ഷൻ്റെ അന്ന് ജോലി ഉണ്ടെങ്കിൽ പോലും പോയി വോട്ട് ചെയ്യുന്നവരാണ്. പക്ഷേ മാറി മാറി വന്ന ഒരു ഭരണത്തിനും LDF ആയാലും UDF ആയാലും ഈ പ്രദേശത്ത് ഇവർക്ക് അർഹമായ രീതിയിൽ ഒരു പുരോഗതിയോ ഒരു വികസനമോ ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യനായിരുന്ന K. കരുണാകരൻ വന്ന സ്ഥലമാണിത്. ഇവിടെയുള്ള ഇന്ദിരാ ഭവന പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് K. കരുണാകരൻ വന്ന ഒരു സ്ഥലമാണ്. CV പത്മനാഭൻ സാർ മന്ത്രിയായിരുന്നപ്പോഴത്തേക്ക് ചെയ്ത കുറേ വികസനങ്ങൾ ഇവിടെയുണ്ട്. അതിനുശേഷം കോൺഗ്രസ് വന്നു, കമ്മ്യൂണിസ്റ്റ് വന്നു. ഒരാളും ഇവിടെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഒന്നുമെന്ന് പറഞ്ഞാൽ റോഡില്ല, നല്ല വീടുകളില്ല, യാതൊരു വിധമായിട്ടുള്ള ജീവിത സൗകര്യങ്ങളുടെയും മെച്ചങ്ങളില്ല. എനിക്ക് പിന്നിൽ ഞാനത് വിശദമായി കാണിച്ചുതരാം. ഒരു അഗ്രോ സെൻ്റർ ഉണ്ട്. ആ ഒരു കാലത്ത് TV ഒക്കെ വരുന്ന കാലത്ത് വൈകുന്നേരങ്ങളിൽ ധാരാളം ആളുകൾ വരികയും ഇവിടെയുള്ള ഈ പാവപ്പെട്ടവരുടെ വിവാഹ നിശ്ചയവും മറ്റ് ചടങ്ങുകളുമൊക്കെ നടത്താൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു അഗ്രോ സെൻ്ററാണ്. ഇപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പട്ടികൾക്ക് വിശ്രമിക്കുവാനുള്ള ഒരു ഇടമായി മാറിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ നാടിൻ്റെ വികസനം. 9-ാം തീയതി ഇലക്ഷനാണ്. പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ആലോചിക്കണം. ഇങ്ങനെ ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ നിരവധിയായ സ്ഥലങ്ങളുണ്ട്. ഇത് എൻ്റെ വീടിൻ്റെ സമീപ പ്രദേശമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ മുതുപുറത്തുമുകൾ എന്ന് പറയുന്നൊരു സ്ഥലമാണിത്. ഇവിടെയും സാധാരണക്കാരായ കൂലിപ്പണിക്കാരായവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടം. വാസയോഗ്യമായ വീടുകളില്ല, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ. ഈ റോഡിന്റെ ഇരുവശവുമായി ഏകദേശം 50ഓളം തവണ പൈപ്പുകൾ കുഴിച്ചിട്ടുണ്ടാകും. അതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും നടന്നിട്ടുണ്ടാകും. പക്ഷേ ഒരു തുള്ളി വെള്ളം ഇവിടെയുള്ള ഈ പാവപ്പെട്ടവർക്ക് കുടിക്കാൻ ഇല്ല എന്നുള്ളതാണ് സത്യം. ദാരിദ്ര്യ വിമുക്ത കേരളം. ഇത് എൻ്റെ വീടിൻ്റെ വളരെ അടുത്തായ ഭാഗമാണ്. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ ഇങ്ങനെ ഒരു 100 സ്ഥലങ്ങൾ വേറെയും ഉണ്ടാകും. ഇതാണ് ആ ദാരിദ്ര്യമുക്ത കേരളം. എല്ലാം കള്ളമാണ് പറയുന്നത്. പരസ്യത്തിലൂടെ മാത്രം കേരളം നമ്പർ 1 എന്ന് പറയുകയും ഓരോ വർഷം ഇങ്ങനെ ഇവർ ഭരിച്ച് LDFും UDF മാറി മാറി ഭരിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിത നിലവാരം താഴേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു.
മാറണ്ടേ? മാറി നമ്മൾ ചിന്തിക്കുവാൻ സമയമായിരിക്കുന്നു. നമുക്ക് നമ്മുടെ നാടിനു വേണ്ടി ചിന്തിക്കാം. നമ്മൾ വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനങ്ങളുടെ സുതാര്യത നഷ്ടമായിരിക്കുന്നു. അവർക്കൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങളാണ്, വർഗീയ ചിന്തകളാണ്. അതിനുമപ്പുറം ഈ നാടിനെ അറിയുന്ന, ഈ നാടിന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന, വികസനത്തിന്റെ കാര്യങ്ങളിൽ വ്യക്തമായ പദ്ധതികളുള്ള നമ്മുടെ നാട്ടുകാരൻ BB ഗോപകുമാർ, അദ്ദേഹം താമര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. നമ്മുടെ നാടിനു വേണ്ടി, സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി ഇത്തവണ നമുക്ക് മാറി ചിന്തിക്കാം. എല്ലാവരും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് BB ഗോപകുമാർ സാറിനെ വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. മാറാത്തതൊക്കെ ഇനി മാറുക തന്നെ ചെയ്യും.